ഗുഡ് മോർണിംഗ്. വർക്കലയിലെ സെക്കൻഡ് ഡേ ആണ്, രണ്ടാമത്തെ ദിവസമാണ്, ജസ്റ്റ് സ്റ്റാർട്ടിങ് ഡേ ആണ്. നമ്മളിപ്പോൾ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് ആണ്, 6 മണിയായിട്ടുള്ളത്, സൺറൈസ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് സാൻഡ് ബീച്ചിലേക്കാണ് പോകുന്നത്. അതായത് കരിമണൽ ആയിട്ടുള്ള ബീച്ച് ഇവിടുത്തെ ഫേമസ് ആണ്, നല്ല നൈസാണ്. കുറച്ച് ദൂരമുണ്ട്, നമ്മുടെ സ്റ്റാൻഡ് അവിടെ നിന്ന് കുറച്ചൊരു 1.5 കിലോമീറ്റർ, 6 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് കാണിക്കുന്നത്, 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് ആണ്, മോർണിംഗ് വാക്ക് വഴി നമുക്കപ്പോൾ വേറെ ബീച്ചിലേക്ക് പോകാൻ സമയം കിട്ടും, കാരണം നമ്മൾ ഉച്ചയോട് കൂടിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകും. അപ്പോൾ മിക്കും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ആള് അവിടെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് സാൻഡ് ബീച്ച് കാണാം, ബ്ലാക്ക് സാൻഡ് ബീച്ച് കാണാം. ഈ സൈഡിലെ കടകളൊക്കെ ഓപ്പൺ ആവണുള്ളൂ, ഓപ്പൺ ആവണല്ല, എത്രയും നേരത്തെ കാരണം ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് കണ്ടോ, അവിടെ കണ്ടാട്ടോ, ആ ഭാഗത്ത് കണ്ടാന്ന് തോന്നുന്നുണ്ട് ഈ ബ്ലാക്ക് സാൻഡ് ബീച്ച്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ട്, ഈ കടയുടെ ഈ വഴി കൂടെ തന്നെയാണ് ബ്ലാക്ക് സാൻഡ് ബീച്ചിലേക്ക് നടന്നു പോകണത്. വണ്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ റൂട്ടാണ് കാണിക്കുന്നത് കേട്ടോ, മാപ്പിൽ വേറെ റൂട്ടാണ് കാണിക്കുന്നത്, പക്ഷേ ഇതിൽ പോകുമ്പോൾ എളുപ്പമുണ്ട്. കണ്ടില്ല ഇവിടുത്തെ റിസോർട്ട്, ഹോം സ്റ്റേ, ഇത് നമ്മൾ ഗൂഗിളിൽ കണ്ടതല്ലേ, ക്ലേ ഫോർട്ട്. ഓക്കെ, ഇത് നമ്മൾ കണ്ടിരുന്നു. പുൽക്കൂടത് എക്സ്പെൻസീവും, പക്ഷെ അത് ബുക്കിംഗ് ആയിരുന്നു, കാണിച്ചിരുന്നില്ല, സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്ലാക്ക് സാൻഡ് ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് ഞങ്ങളുടെ ഇറങ്ങുകയാണ് താഴത്തേക്ക്. അപ്പോൾ ഇതാണ് ബ്ലാക്ക് സാൻഡ് ബീച്ച്. പക്ഷേ നമ്മൾ നല്ല മോർണിംഗ് വന്ന കാരണം കടൽ കയറി കിടക്കുക അല്ലേ, അല്ലെങ്കിൽ അവിടെയൊക്കെ കരയാണ്, അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇത് കണ്ട് തൃപ്തിപ്പെടാം തൽക്കാലം. മണ്ണൽ തന്നെയായിട്ട് ഇവിടെ പ്രത്യേകത എന്ന് പറയാനായിട്ട്, ബ്ലാക്ക് കളറിലാണ്. കണ്ടോ, ബ്ലാക്ക് കളർ സാൻഡ്. സോ ദിസ് ബീച്ച് കോൾഡ് ബ്ലാക്ക് സാൻഡ് ബീച്ച്. കടലമ്മ കള്ളിന്നാണോ? മിക്കുസേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എവിടെ വന്നെങ്ങനെ? ഗോവയില് അല്ലാട്ടോ, വർക്കല. അത് പറഞ്ഞപ്പോൾ നിനക്ക് എന്താ ഒരു വിഷമം? അപ്പോൾ ഇതാണ് ഗൈസ് ബ്ലാക്ക് സാൻഡ് ബീച്ച്. ഫുള്ള് കരിമണലാണ്, പക്ഷെ വേലിയേറ്റായ കാരണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അവിടേക്കൊക്കെ നമുക്ക് പോകുമായിരുന്നു, അവിടെയൊക്കെ വെള്ളം കയറി എടുക്കാം. പക്ഷെ കുഴപ്പമില്ല, ഒരു പൊടിക്ക് ഒരു മരുന്നിനുള്ള ബ്ലാക്ക് സാൻഡ് ഇവിടെ ഉണ്ട്, കുഴപ്പമില്ല. നല്ല മോർണിംഗ് ആയതുകൊണ്ട് വെയിലൊന്നും ആയിട്ടില്ല, നല്ല വൈബ് തന്നെയാണ് അവിടെ. എവിടെ ഇടിയുണ്ടാ, മണ്ണിടിയുന്നു. മിക്കുവിന്റെ ബീച്ചിലെ ആദ്യ സ്പർശം. ഓ, ബ്ലാക്ക് സാൻഡ് ബീച്ചിൽ കാലുകുത്തി ഞങ്ങൾ, ബ്ലാക്ക് സാൻഡ് ബീച്ചിൽ കാലുകുത്തി. മിക്കുന്റെ കാല് പതിഞ്ഞു. ഒമ്പോ, വലിയ ചക്കൻ. അപ്പയൊന്നും ഇതുപോലെ ബ്ലാക്ക് സാൻഡ് ബീച്ചിൽ ഈ വയസ്സിൽ വന്നിട്ടില്ല. നനഞ്ഞ് മിക്കുന്റെ കുഞ്ഞിക്കാല് നനഞ്ഞല്ലോ, മിക്കുച്ചേ.
കൈ കാണിച്ചേ. എന്ത് നല്ല രസമാണ്. നീല കളറല്ലേ മോർണിംഗ് ആയാലും. അപ്പൊ ഞങ്ങള് ബ്ലാക്ക് സാൻഡിൽ നിന്ന് പോവാണ്. മിക്കു എഴുന്നേറ്റ് ആക്റ്റീവായി കൂട്ടുമായിരുന്നു. പിന്നെ അടുത്ത ബീച്ചിലേക്ക് പോകും. നമ്മള് നോർത്ത് ബീച്ചിലേക്ക് തന്നെ പോകും. അവിടെ ആക്ടിവിറ്റീസ് ഉണ്ട് പറയണ്ട് നമുക്ക് ചെയ്യാൻ. ഈ കുട്ടി സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം ആക്ടിവിറ്റീസ്. ആ കുട്ടി സമ്മതിക്കണമെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യും. ഇല്ലെങ്കിൽ ചെയ്യില്ല ഞങ്ങള്. നീ ചെയ്തോ, ഞാൻ കരയിലൊന്നുമില്ല. അല്ലെങ്കിൽ നീ കരയിലൊക്കെ ഞാൻ ചെയ്യാം. റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കണല്ലേ. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ചായ കുടിക്കണം. ചായ മിക്കുവിന് പാല് കൊടുക്കണം, നമുക്ക് ചായ കഴിക്കണം. അങ്ങനെ അപ്പനും മോനും കളിച്ചാ? നിങ്ങൾ കളിച്ചാ? അയ്യോ ക്ഷീണിച്ചു എൻ്റെ പേര്. ചായ നമ്മളെവിടെയാണ് ആ ദിവസം അടുത്ത ബീച്ചിലേക്ക് വന്നേക്കാണ്. നോർത്ത് ക്ലിഫ്, അതായത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് വന്നേക്കണത്. ഇവിടെയാണ് വാട്ടർ ആക്ടിവിറ്റീസ് ഉള്ളത്. അപ്പം അത് ചെയ്യാന്നുള്ളതാണ് ലക്ഷ്യം. എന്തൊക്കെയുണ്ടെന്ന് അവിടെ ചെന്നാലേ അറിയുള്ളൂ. അപ്പം അത് നോക്കാം. ഇതാണ് നീരുറവ. കുടിക്കാൻ പറ്റും, നല്ല വെള്ളം, മലയരമൊളി എന്ന് പറഞ്ഞ വെള്ളം. ഇത് ദേ 2 സ്ഥലത്തായിട്ടുണ്ട്. ഒന്ന് അവിടെ, ഇതിങ്ങനെ ഒഴുകി പോയിട്ട് ദേ അവിടെ എത്തുമ്പോൾ മണ്ണിൻ്റെ അടിയിലേക്ക് പോകും. ഇവിടെയാണ് നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടർ കേട്ടോ. അപ്പോൾ ഞാൻ സ്പീഡ് ബോട്ടിലാണ് കയറാൻ പോകുന്നത്. 400 രൂപ കേട്ടോ സ്പീഡ് ബോട്ടിൽ മാത്രം കയറാനായിട്ട്. അപ്പോൾ ഈ ബ്രിഡ്ജിൽ കൂടെ കയറിയിട്ട് വേണം നമ്മൾ സ്പീഡ് ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇതൊരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പേടിച്ച് വരച്ചിട്ട് ഞാൻ പോയത്. അപ്പോൾ ഞാൻ മാത്രമേ പോയുള്ളൂ. മിക്കുവിനെയും കൊണ്ട് ചേട്ടൻ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് വേണം ചേട്ടന് വേറെ റൈഡിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വലിയ ഷോയൊക്കെ ഇറക്കിയത് സ്പീഡ് ബോട്ടിൽ കയറാൻ പോവുകയാണ്. വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ജസ്റ്റ് ഇങ്ങനെ ബോട്ടിൽ പോകണം, അത്ര ഒരു ഫീൽ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ബനാന റൈഡിലൊരു കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരാൾ കൂടെ ഉണ്ടെങ്കിൽ കയറണം എന്നുണ്ടായിരുന്ന താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ പറ്റില്ലല്ലോ, നമ്മളെ മിക്കുവിനെ നോക്കാനാരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് സ്പീഡ് ബോട്ടിൽ കയറിയത്. ഇതാ മീനുകളൊക്കെ ഉണ്ടാവും. എന്ത് മീനാണെന്നൊന്നും എനിക്കറിയില്ല, കണ്ടപ്പോൾ ഒരു ഇതിന് വേണ്ടി എടുത്തതാട്ടോ. അപ്പോൾ അത് മിൽട്ടൺ ചേട്ടൻ ബനാന റൈഡിന് പോകാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാരണം വെച്ചാൽ 4 അല്ലെങ്കിൽ 5 പേര് ഉണ്ടെങ്കിൽ അവർ റൈഡിന് പോവുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നോക്കി നിൽക്കുന്നുണ്ട്. ഇതാ കയറിയ ആൾ കയറിയിട്ടുണ്ട്. എനിക്കിവിടെ നിന്ന് പേടിയുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നല്ല റൈഡാന്ന് തോന്നുന്നു. നല്ലൊരു അഡ്വഞ്ചറസ് ടൈപ്പ് റൈഡാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ബനാന റൈഡിന് 450 രൂപയാണ് ഒരാൾക്ക് കേട്ടോ. അപ്പോൾ ഇതാ അവർ കയറി ഇരുന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഭയങ്കര പൈസ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുള്ളത്. തിരിച്ചവർ വരുമ്പോൾ കണ്ടോ, നല്ല എനിക്കിഷ്ടപ്പെട്ടു. കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. എല്ലാത്തിനും പിടിച്ച് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നണത്. നമുക്കിനി വരുമ്പോൾ ചോദിക്കാം എന്താണെന്നുള്ളത്. അടിപൊളി പണ്ടാറേ, അടിപൊളി കേട്ടോ. സൂപ്പർ സാധനം. മനുഷ്യന് കയറാൻ അടിപൊളിയാണ്. എനിക്കിവിടെ ഉണ്ടീനും പിടിച്ച് നിൽക്കേണ്ട അവസ്ഥ. ഇനി നമ്മൾ ഈ ഇറങ്ങിയ സ്റ്റെപ്പ് ഫുള്ള് തിരിച്ച് കയറണം. അതാണ് ടാസ്ക്.
ക്ഷീണിച്ചാ? അത് ക്ഷീണിച്ചു, സ്റ്റെപ്പ് കയറി ക്ഷീണിച്ചു. നമ്മുടെ അവിടെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ പതുക്കെ റൂമിൽ പോയി കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മൾ പോവും അല്ലേ? പോവല്ലോ. ട്രെയിൻ 1:30-ക്കാണ്. ഓക്കെ, അപ്പോൾ ഇതേ ദിവസം നമ്മൾ പോവാണ്. മിക്കുവിനുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനാണ്. കുറുക്ക്, പാല് ഇതൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടാണ്. മിക്കുവിന് കുറുക്ക് കൊടുത്തിട്ടില്ല ഇറക്കണേ. നമ്മൾ ഇറങ്ങുമ്പോൾ കുറുക്ക് കൊടുക്കാം. കുറുക്കും പാലും വേറെ ട്രെയിനിൽ വെച്ച് കൊടുക്കാനുള്ള എടുത്തോട്ടാ. ഓക്കെ, ദിവസം അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. മിക്കുസേ പോവല്ല നമ്മൾ? മിക്കുമ ചാവി കൊടുക്കണം നമുക്ക്. ഇവിടെ നോക്ക്, ഇവിടെ നോക്കടാ. അപ്പേടേ മിക്കുമ. ആ ആ ആ മിക്കുച്ച് ഓൾ സെറ്റാണ്, റെഡിയാണ്. വർക്കല വന്നേ പിന്നെ ഫുൾ DJ മോഡാണല്ലോ മിക്കു. നമ്മൾ നോക്കിയേ മിക്കുസേ, നോക്കിയേ കളിക്ക്. അത് വായിലിടല്ലേ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് പോകാൻ പോട്ടാ. ക്ലിഫിനോട് വിട പറയുകയാണ്. വേറൊരു ദിവസം വരാം. വേറെ ഒരു ദിവസം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരണം. അടിപൊളിയായിരിക്കും. ഷർട്ട് നോക്കണ്ടോ? ബാഗ് വാങ്ങണം നോക്കണ? വേണ്ട, ചോദിച്ചു നോക്ക്. ജസ്റ്റ് ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ പറ്റിയതാ. ചേച്ചി വെട്ടി വീഴുങ്ങണേ. അപ്പം ഞങ്ങളിതാ വർക്കല സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വർക്കല ശിവഗിരിയിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞു ഒരാൾക്ക് സങ്കടമായിട്ടിരിക്കുക. പാവം ട്രിപ്പ് മൈൻഡൊക്കെ പോയി. ബനാന റൈഡിൽ കയറിയ പിന്നെ ഭയങ്കര ഇനി ഞാൻ എന്താ പറയുക അഭിപ്രായം പറയുന്നത്. ഇനി സ്പീഡ് ബോട്ടിൽ കയറി ഗംഭീര എക്സ്പീരിയൻസ് ഒന്നും പറയുന്നത്. സ്പീഡ് ബോട്ടിലേക്ക് അതല്ല എനിക്ക് ഒരാൾ സ്പീഡ് ബോട്ട് വെറുതെ പൈസ കളഞ്ഞൊരു സംഭവമാണ്. വലിയ ഗുമ്മൊന്നും ഉണ്ടായിരുന്നു. ബനാന റൈഡ് നല്ലൊരു പൂവമ്പടം ഉരിഞ്ഞ് തിന്നണം. അതല്ല ബനാന റൈഡായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവനെ നോക്കേണ്ട കാര്യം ഇവനെ നോക്കിയാൽ കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്ക് എനിക്ക് ഒരാൾ വേണം. രണ്ടുപേരും കൂടി ഉണ്ടെങ്കിൽ എനിക്കൊരു ത്രില്ലുള്ളൂ. വേറെ ആൾക്കാരുടെ കൂടെ പോകാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല. ഇവിടെ പിന്നെ വേറെ ആൾക്കാരുടെ കൂടെ വലിയ പോകും. വേറെ നിവൃത്തിയില്ലെങ്കിൽ ആ സ്പോട്ടിൽ ഫ്രണ്ട്സ് ഉണ്ടാക്കണം എന്നല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഫ്രണ്ട്സിനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പോവാണ് ട്രിപ്പ് കഴിഞ്ഞു. 1:20 ട്രെയിൻ. ബട്ട് ട്രെയിൻ ലേറ്റാണ്. 1:46 ആവുന്ന പറയുന്നത് അവർ. അപ്പം ഞങ്ങൾ ഇനി ട്രെയിനിൽ കാണാം. മിക്കുസ് ഇവിടെ ഉറക്കാണ്. എല്ലാം നമുക്ക് നോക്കാം. ഓക്കേ.